കഴുത്തുമുട്ടം വാസുദേവൻ പിള്ള, എരിഞ്ഞോളി അബൂബേക്കർ, മത്തായി തോമസ് പാപ്പച്ചൻ, മെമ്പേഴ്സ് ഓഫ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഭരണകക്ഷി MLA മാർ. നിങ്ങളുടെ മുഖ്യമന്ത്രി ഇന്നിപ്പോ സത്യപ്രതിജ്ഞ ചെയ്തു. നിങ്ങൾ എന്താ രാജ്ഭവനിൽ പോകാഞ്ഞത്? മനസ്സല്ലാഞ്ഞിട്ട്. തനിക്ക് എന്ത് വേണം അറിഞ്ഞിട്ട്? വിഷു തനി വന്നേ, ഇനി വന്നേന്ന്. ആ വിഷു, താനിപ്പോ അയാളോട് ഒന്നും ചോദിക്കരുത്, ഒന്നും പറയരുത്. അയാളുടെ അവസ്ഥ അതാ. ഇന്നലെ രാത്രി തീരുമാനം അറിഞ്ഞതിന് ശേഷം അയാൾ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല, ആഹാരം കഴിച്ചിട്ടില്ല, കുടിയോടുകൂടി. ഈ അവസ്ഥയിൽ അയാൾ എവിടെ വിട്ടിട്ട് ഞങ്ങൾ എങ്ങനെ രാജ്ഭവനിലേക്ക് പോകും? അതാ ഞങ്ങളും പോകാഞ്ഞത്. എന്താ സംഭവിച്ചത്? കഴുത്തുമുട്ട മുഖ്യമന്ത്രി ആവണേലും പൊതുവെ എതിർപ്പുണ്ടായി. പിന്നെ ആരോ KGRന്റെ പേര് സജസ്റ്റ് ചെയ്തു. ഭൂരിപക്ഷം MLA മാർക്ക് അത് ഇഷ്ടമായി. വിശ്വം പേടിക്കൊന്നും വേണ്ട, അയാൾ നമ്മുടെ വയ്യം തന്നെ. നിങ്ങൾ എന്റെ ടെൻഷൻ ഒന്ന് മനസ്സിലാക്കണം. 1, 10, 50 ലക്ഷമല്ല, 1.5 കോടി രൂപയാണ് ഞാൻ നിങ്ങളെ ഏൽപ്പിച്ചത്. പലർക്കും പല വാഗ്ദാനങ്ങളും നൽകി പിരിച്ചെടുത്ത തുകയാണത്. അവരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയും? അതിലിപ്പോഴെന്ത് സംഭവിച്ചു? മുഖ്യമന്ത്രി ഒരാൾ മാത്രമാണോ രാജ്യം ഭരിക്കുന്നത്? വേറെയും മന്ത്രിമാരില്ലേ? അങ്ങനെ കൈവിട്ട് കളിക്കാനൊന്നും ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല. കൈമൾ സാർ നിങ്ങളെ തഴഞ്ഞു. കൈമൾ സാർ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഭൂരിപക്ഷം പേരും KGRനെ സപ്പോർട്ട് ചെയ്താൽ പാർട്ടി പ്രസിഡന്റ് എന്ത് ചെയ്യാൻ സാധിക്കും? വിശ്വം സമാധാനമായിരിക്കുക. അങ്ങനെ ആരെയും വഞ്ചിച്ച പാരമ്പര്യം ഞങ്ങൾക്കില്ല. തന്റെ മുഖത്ത് കരിവാരി തേക്കാൻ ഞങ്ങൾ ആരെയും അനുവദിക്കില്ല. ഞാൻ മനപ്പായസം കുടിച്ചു. കഴുത്തുമുട്ട മുഖ്യമന്ത്രി, എരിഞ്ഞോളി ഫിനാൻസ്, പാപ്പച്ചൻ റവന്യൂ, ഇപ്പോ ഒരു 7ാം കൂലി ആദ്യമായിട്ട് MLA ആയി, തലമുത്ത എല്ലാത്തിനെയും കടത്തി വെട്ടി മുഖ്യമന്ത്രിയുമായി. അത് കളയുന്നേ. അതിമ തന്നെ ഇങ്ങനെ ചൊറിഞ്ഞ് കളിക്കാൻ ഒക്കെ ശരിയാവും. ഇങ്ങോട്ട് പോന്നാട്ടെ.